ഖത്തർ ആക്രമണത്തിൽ കൈ കഴുകിയ അമേരിക്ക. ആക്രമണ വിവരം ഖത്തറിനെ അറിയിക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം അറിയിച്ചിരുന്നില്ലെന്ന് ഖത്തർ. ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി. ജൻസി പ്രക്ഷോഭം തുടർന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം. ചർച്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകണം. പ്രതികരിക്കാതെ പ്രക്ഷോഭകാരികൾ. കലാപത്തെ ഇന്ത്യ അപലപിച്ചു. സ്ഥിതികൾ വിലയിരുത്തി മന്ത്രിസഭാ സമിതി. അധിക പിഴ തീരുവ വിഷയത്തിൽ അമേരിക്ക അയയുന്നു. ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്ക അടുത്ത സുഹൃത്ത്. ട്രംപുമായി സംസാരിക്കുമെന്നും നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നതായി വിലയിരുത്തൽ. ചെറു പാർട്ടികളെ സർക്കാർ സ്വാധീനിച്ചു. എംപിമാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും വിലയിരുത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. കോഴിക്കോട് തിരുവമ്പാടിയിലും ഇരട്ട വോട്ട് ആരോപണം. തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫിന്റെ ഭാര്യ അനുഷയ്ക്ക് 2 ഇടത്ത് വോട്ടുണ്ടെന്ന് കോൺഗ്രസ്. പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് ക്രമക്കേട് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാൽ. ജി സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് സജി ചെറിയാൻ. സുധാകരൻ പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂവെന്നും സജി ചെറിയാൻ. തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടെന്നും അത് സംസാരിച്ചു പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നു. UAE-ക്കെതിരായ മത്സരം രാത്രി 8 മണിക്കാണ്. സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ.